കർത്താവേ, പരിശുദ്ധനായിരിക്കുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇന്ന് രാത്രി നിന്റെ സാന്നിധ്യം ഇതിന്റെ അകത്തുള്ളതിനായിട്ട് നന്ദി. ഞങ്ങളെ തൊട്ട് ആമേൻ സ്തോത്രം, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളെ അറിയിക്കുന്നതിനായിട്ട് നന്ദി അപ്പ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് മരിച്ച ദൈവത്തോടല്ല, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കല്ലിനോടും മരത്തിനോടുമല്ല, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ജീവിക്കുന്ന 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ചിരിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ ഉണ്ടെന്ന് വാക്ക് പറഞ്ഞവന്റെ നാമത്തിലാകിയാൽ കർത്താവേ, ഞങ്ങൾ അത് അറിയുന്നപ്പാ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൂടിയിരിക്കുമ്പോൾ നിന്റെ സാന്നിധ്യം ഇതിന്റെ അകത്ത് നടക്കുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, നന്ദി പറയുന്നു. ഇന്ന് രാത്രി നിന്റെ നാമം മഹത്വപ്പെടട്ടെ യേശുവേ. നിന്റെ നാമത്തിന് പുകഴ്ചയും ആമേന് ഒട്ടനവധി സ്തോത്രവും വരുവാൻ തക്ക വിധം ആമേൻ ഇന്ന് രാത്രി നീ അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായിട്ട് നന്ദി കർത്താവേ. നിന്റെ വചനത്തിലൂടെ ഈ ജനത്തെ സന്ദർശിക്കുവാനാകണം. ഞങ്ങളുടെ കുറവുകളെ നന്നായിട്ട് അറിയുന്നത് ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾക്കല്ല, ഞങ്ങളുടെ കുറവുകളെ നന്നായിട്ട് അറിയുന്നത് അഖിലാണ്ടത്തിന്റെ ഉടയവനായ ഞങ്ങളെ മെനഞ്ഞവനായ അങ്ങേക്ക് മാത്രമാ. ഇന്ന് രാത്രി ഞങ്ങളുടെ കേട് തീർക്കുന്ന ദിവസമാക്കി മാറ്റണം. ഇന്ന് രാത്രി ഞങ്ങളുടെ പോരായ്മകളെ നികത്തുന്ന ദിവസമാക്കി മാറ്റണം. ഇന്ന് രാത്രി ഞങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങളുടെ മേൽ സ്വർഗത്തിലെ തമ്പുരാൻ ജയം കൽപ്പിക്കുന്ന ദിവസമാക്കി മാറണം കർത്താവേ. ഇന്ന് രാത്രി നഷ്ടങ്ങൾ ലാഭമായി മാറുന്ന രാത്രിയായിട്ട് മാറണമേ. Thank you Lord. നിന്റെ സാന്നിധ്യത്തിനായിട്ട് നന്ദി, നിന്റെ സാന്നിധ്യത്തിനായിട്ട് നന്ദി കർത്താവേ. ഈ യോഗത്തിന്റെ നിയന്ത്രണം അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. സ്തോത്രം. ഇതിന്റെ അകത്ത് ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ കർത്താവേ ഞങ്ങളുടേതല്ല, അങ്ങയുടേതാ കർത്താവ്. ഇന്ന് രാത്രി അങ്ങയുടെ സാന്നിധ്യം അവരെ അറിയിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം കർത്താവേ. ഒരു മനുഷ്യന്റെ വാക്കുകളായിരിക്കരുത്, ദൈവത്തിന്റെ സാന്നിധ്യം തന്നെ കർത്താവേ അവരങ്ങയെ തിരിച്ചറിയുവാൻ തക്ക വിധം സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളെ അനുഗ്രഹിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. ഇന്ന് രാത്രി അവിടുന്ന് ചെയ്യുവാനിരിക്കുന്ന വൻ കാര്യങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. യേശുവേ നിനക്ക് നന്ദി, യേശുവേ നിനക്ക് സ്തുതി, യേശുവേ നിനക്ക് മഹത്വം കർത്താവേ. അവിടുന്ന് ഞങ്ങളെ മരിച്ചു പോയെന്ന് ചിന്തിച്ച അവസ്ഥകളിൽ ഇന്ന് രാത്രി ജീവൻ നിക്ഷേപിക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ് കർത്താവ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി. അവിടുന്ന് ചെയ്യുവാനിരിക്കുന്ന വൻ കാര്യങ്ങൾക്ക് ഒരിക്കൽ കൂടി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകല മഹത്വവും മുഴുമഹത്വവും സ്തുതിയും പുകഴ്ചയും ആരാധനയും ഞങ്ങൾ അങ്ങേക്ക് ഒരുമിച്ച് കരയേറ്റുന്നു ക്രിസ്തുയേശുവിന്റെ അധികാരമുള്ള നല്ല നാമത്തിൽ, നല്ല പിതാവേ. ആമേൻ, ആമേൻ. ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. കരങ്ങളെ ഉയർത്തി ആമേൻ. ഒരിക്കൽ കൂടി ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. പറഞ്ഞേ, ദൈവത്തിന്റെ സാന്നിധ്യം ഇതിന്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞില്ല, ദൈവത്തിന്റെ സാന്നിധ്യം ഇതിന്റെ അകത്തുണ്ട്. കർത്താവിന് സ്തോത്രം. നീ വായി കൊണ്ട് പറയുന്നത് സംഭവിക്കും. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. യേശു വന്ന സ്ഥലത്ത് അത്ഭുതങ്ങളുണ്ട്. ആമേൻ. യേശു വന്ന സ്ഥലത്ത് ആരും പരാജയപ്പെട്ടു പോയിട്ടില്ല. ദൈവത്തിന്റെ വചനം പറയുക, അവന്റെ കാൽക്കൽ ജ്ഞാനാവ്യാധി ഉള്ളവരെ കൊണ്ടുവച്ചു, അവൻ എല്ലാവരെയും സൗഖ്യമാക്കി. കർത്താവിന് സ്തോത്രം. അവന്റെ സ്പെഷ്യലൈസേഷന്റെ കാറ്റഗറിയിൽ പെടാത്ത ഒരൊറ്റ രോഗം പോലും ഇന്ന് വരെ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. ഇന്ന് രാത്രി ഇതിന്റെ അകത്തിരിക്കുന്ന ആമേൻ സ്തോത്രം, നാം ഓരോരുത്തരുടെയും ഓരോ വിഷയത്തെയും നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട്. കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. സന്തോഷിക്കുന്നവർ ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. അവന്റെ പേരാണ് നാസറയനായിരിക്കുന്ന യേശു ക്രിസ്തു. കർത്താവിന്റെ സ്തോത്രം. നമുക്കൊരു വാക്യം വായിക്കാം. The book of Malachi, chapter 3, verse number 16 onwards. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി
അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരുന്നു. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. ആമേൻ, ആമേൻ, ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ, സ്തോത്രം ശക്തിയോടെ. ആമേൻ, ഹല്ലേലൂയ. വ്യത്യാസം അറിയാൻ പോവുക. പറഞ്ഞേ, വ്യത്യാസം അറിയാൻ പോവുക. ദൈവത്തെ സേവിക്കുന്നവനും ദൈവത്തെ വിളിക്കുന്നവനും, ആമേൻ സ്തോത്രം, ദൈവത്തെ അറിയാത്തവനും തമ്മിലുള്ള വ്യത്യാസത്തെ, ആമേൻ സ്തോത്രം, അറിയാൻ പോവുക. ആമേൻ, ഹല്ലേലൂയ. ഇരുന്നാട്ടെ, കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുക, യഹോവ ഭക്തന്മാര് തമ്മിൽ പറയുന്നത് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. കർത്താവിന്റെ സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എൻ്റെ കർത്താവ് ഞാൻ പറയുന്നത്, കർത്താവിന്റെ സ്തോത്രം, ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് ഒത്തിരി പേരെ ഫോണിൽ സംസാരിച്ചു. ഇന്ന ചേച്ചി എടുക്കണം, ഇന്ന ആൻറ്റി എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ്, ആമേൻ സ്തോത്രം, എവിടെയും എത്താതെ ആയിക്കഴിഞ്ഞപ്പോൾ ഉപേക്ഷിച്ച്, ആമേൻ എല്ലാം കർത്താവ് ചെയ്താട്ടെന്ന് പറഞ്ഞ്, ആമേൻ ടാറ്റ പറഞ്ഞ് പോകുന്നു. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ വചന പുസ്തകത്തിൽ എഴുതിയിരിക്കുക, നിങ്ങൾ തമ്മിൽ പറഞ്ഞതൊക്കെ ദൈവം കേട്ടിട്ടുണ്ട്. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. എത്ര പേർക്ക് ആ പ്രാഗൽഭ്യമുണ്ട്? ഞാൻ പറയുന്നത് കേൾക്കുന്നൊരു ദൈവമുണ്ട്. ആമേൻ. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നൊരു ദൈവമുണ്ട്. കർത്താവിന്റെ സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യമുണ്ട്. ആമേൻ. 600 കോടി അല്ലേ? ഇപ്പോൾ 600 കോടിയല്ലേ ഭൂമിയിലുള്ള ജനം അല്ലേ? 600 കൂടിയോ? 700 ആയോ? 700 ആയോ? 700, വാട്ട് എവർ ഇറ്റ് ഈസ്, ഏതാണ്ടും ഒക്കെ. ആമേൻ സ്തോത്രം. ഒരു കുറേ കോടിക്കണക്കിന് ആൾക്കാര്, ആമേൻ സ്തോത്രം, ഈ ഭൂമിയിലുണ്ട്. എല്ലാവരും പറയുന്നത് കർത്താവ് കേൾക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുകയാ, യഹോവ ഭക്തന്മാർ തമ്മിൽ പറയുന്നത് അവൻ കേൾക്കുന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്, പിന്നെയോ ശ്രദ്ധ വച്ച് കേൾക്കുന്നു. ഇന്ന് രാത്രി വായി വരുന്നത് എല്ലാം വിളിച്ചു പറയരുത്. ആമേൻ സ്തോത്രം. അയ്യോ കഷ്ടമായി പോയിന്ന് പറയരുത്. എനിക്ക് നല്ലൊരു ദൈവം ഉണ്ടെന്ന് പറയണം. അവൻ കേൾക്കട്ടെ. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. സന്തോഷമുള്ള ദൈവമക്കൾ പറയണം, ആമേൻ സ്തോത്രം, ഞാൻ എത്ര പ്രതിസന്ധിയിലായാലെന്താ, അതുകൊണ്ടല്ലേ ഞാൻ ഇതിൻ്റെ അകത്ത് വന്നേ. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ആമേൻ. നീ പറയുന്നത് ശ്രദ്ധ വെച്ച് കേൾക്കുന്നു. ഒന്ന് ശ്രദ്ധ വെച്ച് കേൾക്കും. ഒന്ന് പറഞ്ഞു, ശ്രദ്ധ വെച്ച് കേൾക്കും. ആമേൻ. അത് മാത്രമല്ല, ദൈവം അത് എഴുതിയെടുക്കുമെന്ന്. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? നമ്മൾ പറഞ്ഞ വിനുബ്രദറെ പണ്ട് നമ്മൾ തമ്മിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയില്ല, ഒത്തിരി കാര്യമൊന്നും ഓർമ്മയില്ല. കർത്താവിന്റെ സ്തോത്രം. വചനത്തിൽ എഴുതിയിരിക്കുക, അന്നേരം റെക്കോർഡ് ചെയ്യുക. ഇന്ന ദിവസം എൻ്റെ മോൻ, ആമേൻ സ്തോത്രം, മറ്റേ മോനോട് ഇന്നതുപോലെ പറഞ്ഞില്ലേ, ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. കർത്താവിന്റെ സ്തോത്രം. ആമേൻ. നീ കർത്താവിനെ കണ്ടുമുട്ടിയ നാളിൽ 2 കൈ ഉയർത്തി ഈ കർത്താവിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞില്ലേ, അന്നേരം എഴുതി വെച്ചിട്ടുണ്ട്. നിന്റെ വായിന്ന് വീഴുന്നതെല്ലാം തമ്പുരാൻ എഴുതി വെച്ചിരിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഇത്രത്തോളം അനുഗ്രഹിപ്പാൻ എന്നിൽ എന്ത് നന്മ നീ കണ്ടു? ആമേൻ സ്തോത്രം. വചനത്തിനകത്തുള്ളത് കൊണ്ട് ചോദിച്ചതൊന്നുമല്ല, ആത്മാർത്ഥമായിട്ട് തോന്നിയത് കൊണ്ട്, ആമേൻ സ്തോത്രം, ഇതിനകത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വന്നു. ഞാനിങ്ങനെ വിചാരിച്ചു, ദൈവമേ, എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ ഇതുപോലെ ഒന്നും നിൽക്കേണ്ട ആളല്ല. കർത്താവിന് സ്തോത്രം. പിന്നെ എങ്ങനെയാ? കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. എന്താ കാര്യം എന്നറിയാമോ? ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. നിന്നെ ക്ലോസ് ആയിട്ട് ശ്രദ്ധ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ പറയുന്ന ഓരോ വാക്കിനെയും മാനിക്കുകയും അതിനെ ചിലതൊക്കെ ചുവപ്പ മഷി കൊണ്ട് ഇങ്ങനെ അണ്ടർലൈൻ ചെയ്യും. അത് ഇതിനകത്ത് ഇല്ല കേട്ടോ, ഞാനങ്ങ് പറഞ്ഞതാ. കർത്താവിന് സ്തോത്രം. ചെറുത് കർത്താവ് പറയും, എടാ ഹൈലൈറ്റർ എടുത്തോണ്ട് വാ. എന്തിനാണെന്നറിയാമോ? അവൻ പറഞ്ഞ ഇന്ന വാക്ക് എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് വെക്കണം. പ്രിയമുള്ളവരെ, നിങ്ങൾ വിശ്വസിക്കുകയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഒരിക്കലും ഒരു ദൈവദാസൻ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഒരു ദൈവദാസൻ ജീവനോടെ ഇരിക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ദൈവദാസന്മാരൊക്കെയാണ്, പേരൊന്നും പറയുന്നില്ല. പക്ഷേ അദ്ദേഹം, ആമേൻ സ്തോത്രം, ജീവനോടെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ആത്മവിവശതയിലായി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മനുഷ്യന്റെ കാര്യം തന്നെയാണ്. അദ്ദേഹം എടുക്കപ്പെട്ടു. അദ്ദേഹം സ്വർഗത്തിൽ ചെന്നിട്ട് അദ്ദേഹം പറയുകയാണ്,
തിരിച്ചു വന്നിട്ട് അദ്ദേഹം ആ കണ്ട കാര്യങ്ങൾ പറയുക. അദ്ദേഹം പറഞ്ഞു, അവിടെ ഞാൻ പൗലോസിനെ മാത്രം അതുപോലെ കണ്ടു, ബാക്കി എല്ലാവരെയും തേജസ്കരിക്കപ്പെട്ട വ്യത്യസ്തമായിരിക്കുന്ന ഒരു ശരീരമാണ്. Paul the apostle was standing there as he was mentioned, hallelujah, in the Bible. കർത്താവിന്റെ സ്തോത്രം. ബൈബിളിൽ എങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ അവിടെ നിർത്തിയിരിക്കുക. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ആമേൻ സ്തോത്രം. എന്തിനാണെന്ന് ആമേൻ അന്വേഷിച്ചപ്പോൾ കൊണ്ടുപോയ ദൂതൻ പറഞ്ഞു, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, അവന്റെ രൂപം ഞാൻ മാറ്റത്തില്ല. കർത്താവിന്റെ സ്തോത്രം. അവൻ എനിക്ക് വേണ്ടി ചെയ്തതും എനിക്ക് വേണ്ടി ഓടിയതും ആമേൻ സ്തോത്രം ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. അതുപോലെ സമാനമായിരിക്കുന്നത് എന്തോ അദ്ദേഹം ആമേൻ സ്തോത്രം ആ ദൂതൻ അദ്ദേഹത്തോട് പറയുവാനിടയായി. പ്രിയമുള്ളവരെ, നമ്മൾ കൊടുക്കുന്ന ഒരു ഗ്ലാസ് വെള്ളത്തിന് നമുക്ക് കണക്കില്ലെങ്കിലും സ്വർഗത്തിന് കണക്കുണ്ട്. കർത്താവിന്റെ സ്തോത്രം. ഒരിക്കലും ഒരു സഹോദരി ചോദിച്ചു, പാസ്റ്ററെ ആമേൻ സ്തോത്രം, ദൈവത്തിന് വേണ്ടി ചെയ്തതൊക്കെ ദൈവം മറന്നു പോകുമോ? ഇതേ ടോണിലാ ചോദിച്ചത്. എനിക്ക് ആ ചോദ്യം ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. ഒത്തിരി ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സഹോദരിയാ. ആമേൻ സ്തോത്രം. ഞാൻ പറഞ്ഞു, സഹോദരി ആമേൻ സ്തോത്രം, നീ മറന്നാലും ആമേൻ സ്തോത്രം എൻ്റെ തമ്പുരാൻ മറക്കത്തില്ല. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. നീ കൊടുത്ത വെള്ളവും ആമേൻ സ്തോത്രം ഗ്ലാസും ഒക്കെ നീ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ ആമേൻ ആരാണ്ട് ചോദിച്ചു, വെള്ളം കൊടുത്തു അല്ലേ? കർത്താവിന്റെ സ്തോത്രം. സ്വർഗം അന്നേരെ എഴുതി വെച്ചു. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരുന്നു. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. അവിടെ യഹോവ ഭക്തന്മാരെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് those who fear the Lord. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തെ ഭയപ്പെടുന്നവർ. കർത്താവിന്റെ സ്തോത്രം. ആരാ? ദൈവത്തെ ഭയപ്പെടുന്നവർ. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തെ ഭയപ്പെടുന്നവർ ആമേൻ സ്തോത്രം അവർക്ക് വേണ്ടി ഒരു സ്മരണ പുസ്തകം എഴുതിയിരുന്നു. അവർ തമ്മിൽ സംസാരിക്കുന്നത് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. ആമേൻ സ്തോത്രം. സ്മരണ പുസ്തകം ഉണ്ടായി. 17-ാമത്തെ വാക്യം പറയാം, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ എന്ന് പറഞ്ഞാൽ ഇളകാത്ത ഒരു രാജ്യം വരുന്നുണ്ട്. ചെറുത് പറഞ്ഞ ഇളകാത്ത രാജ്യം. ഇളകാത്ത രാജ്യം എന്ന് പറയാനുള്ള ഒരു കാര്യം, മോശ ആമേൻ സ്തോത്രം സീയോൻ പർവ്വതത്തിൽ ഉണ്ടായിരുന്നപ്പോൾ കർത്താവ് ആമേൻ ചുമ്മാ ഒന്ന് മിണ്ടാൻ തുടങ്ങി. വായി തുറന്നതേ ഭൂമി വിറച്ചു. കർത്താവിന്റെ സ്തോത്രം. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ കൂടി പേടിച്ച് ഭയന്നിട്ട് മോശയോട് പറഞ്ഞു, എൻ്റെ പൊന്നു മോശേ, ഞങ്ങൾക്ക് ഇതൊന്നും കാണാനും അനുഭവിക്കുവാനുള്ള ശേഷിയില്ല. നീ ഒറ്റയ്ക്ക് മുകളിൽ പോയി പറയുന്നത് കേട്ടേച്ച് ഞങ്ങളോട് വന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ അതുപോലെ ചെയ്തോളാം. കർത്താവിന്റെ സ്തോത്രം. പേടിച്ചു പോയി കേട്ടോ. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. ഹെബ്രായ പുസ്തകത്തിനകത്ത് ആമേൻ the writer of Hebrew says, കർത്താവിന്റെ സ്തോത്രം, അന്ന് ഇളകി, ഭൂമി ഇളകി. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. അന്ന് ഒരു പ്രവചനമുണ്ടായി. എന്താണെന്നറിയാമോ? ആമേൻ സ്തോത്രം. ഭൂമി മാത്രമല്ല, ആകാശവും ഇളകാൻ പോകുന്നു. കർത്താവിന്റെ സ്തോത്രം. ഒരു കൊടും മുഴക്കത്തോടു കൂടി ഈ ആകാശം നീങ്ങിപ്പോകും. കർത്താവിന്റെ സ്തോത്രം. സംശയമുള്ളവര് ആമേൻ സ്തോത്രം സയൻസ് പഠിച്ചാൽ മതി. ഇപ്പൊ സയൻസ് അതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെ പേര് ക്വാണ്ടം മെക്കാനിക്സ്. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. പിന്നെ ഉണ്ട് ആമേൻ, അതൊക്കെ ഞാൻ മറന്നുപോയി. കർത്താവിന്റെ സ്തോത്രം. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കിട്ടും. ഹല്ലേലൂയ. പാരലൽ യൂണിവേഴ്സ്, അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ കിടക്കുന്നുണ്ട്. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ് എന്താണ്? ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ ശബ്ദം ആമേൻ സ്തോത്രം ഭൂമി ഉണ്ടാകാനും ആമേൻ ഈ പ്രപഞ്ചം ഉണ്ടാകുവാനും ഒക്കെ ഇടയായി തീർന്നു. കർത്താവിന്റെ സ്തോത്രം. നമ്മുടെ വചനത്തിലും അത് തന്നെ എഴുതിയിരിക്കുന്നത്. ആമേൻ. ഒരു ശബ്ദമാ ഭൂമിയെയൊക്കെ ഉണ്ടാക്കിയെന്ന് ആമേൻ സയൻസ് ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നു. വചനം പറയുക അത് ദൈവത്തിന്റെ ശബ്ദമാണ്. ദൈവം ആദിയിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, ഉണ്ടായി. കർത്താവിന്റെ സ്തോത്രം. അവർക്കറിയാൻ പാടില്ലാത്തത് നമ്മൾ പറഞ്ഞു കൊടുക്കും. കർത്താവിന്റെ സ്തോത്രം. അതിനകത്ത് ഇല്ലാത്തത് ഇതിനകത്ത് കാണും. ഒരു ആമേൻ പറയാമോ? സന്തോഷമുള്ള ഒരു ആമേൻ പറഞ്ഞു. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. അതെ, അതിനകത്ത് കാണാൻ പറ്റാത്ത ഇതിനകത്തുണ്ട്. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, അപ്പോൾ ഞാൻ ഉണ്ടാക്കുവാനിരിക്കുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞ ഈ ആകാശം കൊടുമുഴക്കത്തോടെ നീങ്ങിപ്പോകും, ഭൂമി നീങ്ങിപ്പോകും. ആമേൻ സ്തോത്രം. പക്ഷെ നീങ്ങിപ്പോകാത്ത ഒരു സംഭവം ഉണ്ട്. എന്താണെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നീങ്ങിപ്പോകത്തില്ല. അതിനകത്ത് വള്ളിയും പുള്ളിയും നീങ്ങത്തില്ല. കർത്താവിന്റെ സ്തോത്രം. എന്നിട്ട് പറയുക, ആ ദിവസത്തിൽ എന്ന് പറഞ്ഞാൽ ഇളകാത്ത ഒരു രാജ്യം വരുന്നു. കർത്താവിന്റെ സ്തോത്രം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ?
ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ബൈബിളിനകത്ത് പറയാത്ത ഒന്നും ഇന്ന് ലോകത്തിൽ സംഭവിച്ചിട്ടില്ല. ഇനിയും എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അക്കം വിട്ട് പറയാൻ ഈ പുസ്തകം പഠിച്ചാൽ മതി. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം ആരാണ്ട് എനിക്ക് വാട്സാപ്പിൽ ഒരു സന്ദേശം അയച്ചു. കർത്താവിന് സ്തോത്രം. ആമേൻ. RFID ചിപ്പ് ഉണ്ടാക്കുവാൻ ഇരുന്ന ആമേൻ അതിൻ്റെ സയൻറ്റിസ്റ്റിൻ്റെ ഒരു ടീമിൻ്റെ ഹെഡാ. അദ്ദേഹത്തിന് അന്ന് വിശ്വാസത്തിലായിരുന്നില്ല. അദ്ദേഹം അന്ന് ആമേൻ സ്തോത്രം അതൊക്കെ ആമേൻ ബ്രദറാണ്ട് അയച്ചു തന്നല്ലേ. കർത്താവിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അന്ന് ആമേൻ സ്തോത്രം ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആമേൻ അദ്ദേഹത്തിന് ഈ ബൈബിളിൽ ഇങ്ങനെ ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. അദ്ദേഹം പറയുക, ആമേൻ ഈ ചിപ്പ് വെക്കാനായിട്ട് ഒരു ബെസ്റ്റ് സ്ഥലം അന്വേഷിച്ചപ്പോൾ അവർ ലീഥിയം ബാറ്ററിയാണ് ഈ ചിപ്പിൻ്റെ അകത്ത്. ഒരു അരിമണിയുടെ ഗ്രെയിൻസ് അല്ല സൈസ് ഓഫ് എ ഗ്രെയിൻ. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ഒരു ആമേൻ സ്തോത്രം ഒരു ചെറിയ മണി ആമേൻ സ്തോത്രം അതിൻ്റെ അത്രേ ഉള്ളൂ. അതിൻ്റെ സാധനത്തിനകത്ത് ലീഥിയം ബാറ്ററി ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ ടെമ്പറേച്ചർ ആമേൻ സ്തോത്രം ശരീരത്തെ എവിടെ വെച്ചാൽ ഇതിന് ആമേൻ പ്രോപ്പറായിട്ട് പോകും. പെട്ടെന്ന് ടെമ്പറേച്ചർ വിസിബിൾ ആകുന്ന സ്ഥലം. കർത്താവിന് സ്തോത്രം. അങ്ങനെ അവർ കണ്ടുപിടിച്ചു ഈ കൈയുടെ ഇവിടെയും ആമേൻ സ്തോത്രം കൈയുടെ ഇവിടെയും നെറ്റിയിലും. കർത്താവിന് സ്തോത്രം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അമ്മമാരോട് ചോദിച്ചാൽ മതി. ആമേൻ സ്തോത്രം കുഞ്ഞുങ്ങൾക്ക് പനിയുണ്ടോ എന്ന് അവർ പിടിച്ചു നോക്കുന്ന സ്ഥലം ഇവിടെയാ. ആമേൻ സ്തോത്രം. ഒരമ്മമാരെയും ആർക്കും ക്ലാസ് എടുത്തിട്ടല്ല, അവർ കുഞ്ഞിന് പനിയാണെന്ന് പറഞ്ഞ വാട എവിടെയെന്ന് പറഞ്ഞിട്ട് തലേ കൈവച്ച് നോക്കും അല്ലേ. കർത്താവിന് സ്തോത്രം. കാരണം എന്താണെന്ന് അറിയാമോ? നമ്മുടെ ബോഡിയിൽ ആമേൻ സ്തോത്രം ടെമ്പറേച്ചർ വിസിബിൾ ആകുന്ന രണ്ടേ സ്ഥലമാണ് ഏറ്റവും കൂടുതലായിട്ട് ആമേൻ കാണിക്കുന്ന രണ്ട് സ്ഥലം. അത് ഈ കയ്യാ. നിങ്ങൾക്കറിയാം, കയറി വരുമ്പോൾ ഒരുത്തൻ ഗണ്ണുമായിട്ട് നിപ്പുണ്ട് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാനാ അല്ലേ. കർത്താവിന് സ്തോത്രം. അവൻ അടിച്ചു നോക്കുന്നത് കയ്യേലാ. കർത്താവിന് സ്തോത്രം നെറ്റിയിലും. കർത്താവിന് സ്തോത്രം. ഇത് രണ്ടും ദൈവവചനത്തിനകത്ത് എഴുതിയിരിക്കുക. നെറ്റിയിലോ കൈമേലോ മുദ്രയില്ലാത്തവൻ കൊടുക്കൽ വാങ്ങലുകൾ അസാധ്യമായിട്ട് വരും. ഇത് എന്ന് എഴുതി വെച്ചതാണെന്ന് അറിയാമോ? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. RFID ചിപ്പ് പോയിട്ട് ചിപ്പ് എന്ന് പറയുന്നൊരു ആമേൻ സ്തോത്രം ഒരു വാക്ക് പോലും കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തമ്പുരാൻ ഈ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുക. സ്ഥലമൊക്കെ സമയവും ആമേൻ വരാൻ പോകുക. അറിവ് കൂടും. കർത്താവിന് സ്തോത്രം. ഒരു 10-20 വർഷം മുമ്പ് ആമേൻ സ്തോത്രം എന്നോടൊക്കെ ചോദിച്ചാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ എൻസൈക്ലോപീഡിയ എന്ന് പറയുന്ന സാധനം വേണമായിരുന്നു. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ആമേൻ സ്തോത്രം ആമേൻ ഒരു ഷെൽഫ് നിറച്ച പുസ്തകമുണ്ട്. അതിനകത്ത് ഉണ്ടേലുണ്ട്, ഇല്ലെങ്കിലില്ല. ഇന്ന് കുഞ്ഞുങ്ങളോട് ബുക്കൊക്കെ എടുത്ത് ഷെൽഫിൽ വെക്കാൻ പറഞ്ഞ കുഞ്ഞുങ്ങൾ പറയും കാട്ടിക്കളയെ പപ്പായെ. ആമേൻ സ്തോത്രം. ഗൂഗിൾ ഉണ്ടല്ലോ. കർത്താവിന് സ്തോത്രം. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ പോരെ. കർത്താവിന് സ്തോത്രം. ഇപ്പോൾ അടിച്ചു നോക്കട്ടെ, പറഞ്ഞാൽ മതി. കർത്താവിന് സ്തോത്രം. കാരണം എന്താണെന്ന് അറിയാമോ? ആമേൻ സ്തോത്രം ഈ പുസ്തകത്തിനകത്ത് എഴുതി വച്ചിരിക്കുന്നതാ. അവസാന സമയമാകുമ്പോൾ ഇതെല്ലാം സംഭവിക്കും. അങ്ങനെയാണേൽ ആമേൻ സ്തോത്രം ലോകത്തിന്റെ ഘടികാരമാണ് ഈ പുസ്തകം. ലോകം എവിടെ നിൽക്കുന്നു എന്ന് അറിയണമെങ്കിൽ ഈ പുസ്തകം എടുത്ത് നോക്കിയാൽ മതി. ഇതിന്റെ അകത്തിരുന്നു കൊണ്ട് അധികാരത്തോടും പ്രാഗൽഭ്യത്തോടും ലോകത്തോട് വിളിച്ചു പറയുക. ആമേൻ സ്തോത്രം. ഇതിനെ മാറ്റിമറിക്കുവാൻ ഒരുത്തരും സാധിച്ചിട്ടില്ല, ഇനി സാധിക്കത്തുമില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് prophetical utterances have been accomplished. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ഒരമ്മ കുഞ്ഞിനെ പ്രസവിക്കുന്നത് പോലെ ഒരു രാജ്യമുണ്ടാകുമോ? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ആമേൻ സ്തോത്രം ഇസ്രായേലിന്റെ ചരിത്രം എടുത്ത് പഠിച്ചാൽ മതി. ഒരൊറ്റ ദിവസം കൊണ്ടാ ഒരു രാജ്യം ഉണ്ടായത്. തലേ ദിവസം ആരുമില്ല, പിറ്റേ ദിവസം വീടുകളും ആമേൻ സ്തോത്രം ആളുകളും ഒക്കെയായിട്ട് താമസിക്കുക. കർത്താവിന് സ്തോത്രം. ഒരമ്മ കുഞ്ഞിനെ പ്രസവിച്ചിടുന്നത് പോലെ ഒരു രാജ്യം ഓൾ ഓഫ് എ സഡൻ കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ ഫ്രം നോവെയർ കർത്താവിന് സ്തോത്രം ഉണ്ടാവുകയാ. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ അതേ പുസ്തകത്തിനകത്ത് പറയുക, ഈ ഭൂമിയും ആകാശവും മാറിപ്പോകും, പുതിയൊരു രാജ്യം വരും. നിങ്ങൾ എത്ര പേര് ആമേൻ സ്തോത്രം ഉറപ്പോടെ ആമേൻ പറയുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, വിശ്വസിച്ചാൽ നിനക്ക് അനുഗ്രഹമാ. കർത്താവിന് സ്തോത്രം. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിനകത്ത് സംശയമുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം ഇത് കഴിയുമ്പോൾ ഫ്രീ ടൈം ഉള്ളപ്പോൾ എന്നെ വിളിച്ച് ചോദിക്കല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി. നൂറുകണക്കിന് ആയിരക്കണക്കിന് എവിഡൻസ് നിനക്ക് എത്ര വേണോ അത്രയും ഞാൻ തരാം.
കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കാരണം എന്താണെന്ന് അറിയാമോ? നമ്മൾ നിൽക്കുന്നത് the fag end of എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം the end time is near. ആമേൻ സ്തോത്രം ഡോറിന്റെ ആമേൻ സ്തോത്രം ഈ ലിവർ ഉണ്ടല്ലോ അതിങ്ങനെ പിടിച്ചു. കർത്താവിന് സ്തോത്രം ഇനി തുറന്നാ മതി. അതുപോലൊരു കാലഘട്ടത്തിലാണ് ഞാനും നീയുമായിരിക്കുന്നേ. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുകയാ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇളകാത്ത ഒരു രാജ്യം. വേഗത്തിൽ വായിച്ചാട്ടെ. കർത്താവിന് സ്തോത്രം. ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സ് നമ്പർ 26 ത്രൂ വേഴ്സ് നമ്പർ 29. കർത്താവിന് സ്തോത്രം. ഹെബ്രായ ലേഖനം ആമേൻ സ്തോത്രം 12-ാമത്തെ അധ്യായം 26 മുതൽ 29 വരെ. കർത്താവിന് സ്തോത്രം. അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി എന്ന് പറഞ്ഞാൽ മോശ ആമേൻ സ്തോത്രം ഇസ്രായേൽ ജനം സിയോൻ പർവ്വതത്തിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ ഭൂമി ഇളകി. അന്ന് ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ വായിച്ചോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഭൂമി മാത്രമല്ല, പിന്നെയോ ആകാശവും ഇളക്കാൻ പോകുക. പിന്നെ അടുത്ത വാക്യം. ഇളക്കമില്ലാത്ത ഒന്നിനെ കുറിച്ച് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വന്നിട്ട് എന്ന് പറഞ്ഞ നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലം മാറിയിട്ട് ഇളക്കമില്ലാത്ത ഒന്ന് ഉണ്ട് എന്ന് സ്പഷ്ടം. ആമേൻ. അടുത്ത വാക്യം 28. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട്, ഒന്ന് ചേർന്ന് പറഞ്ഞേ, ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട്. ഇതിന്റെ അകത്തിരിക്കുന്ന ദൈവ പൈതലെ, ദൈവം നിന്നെ വിളിച്ചത് നിന്റെ പനിയും ആമേൻ സ്തോത്രം മൂക്കടപ്പും മാറ്റാനല്ല, പിന്നെയോ ഇളകാത്തൊരു രാജ്യമുണ്ട്. അത് പ്രാപിപ്പാനാ സ്വർഗം ഇതിന്റെ അകത്ത് നിന്നെ കൊണ്ടുവന്നത്. കരമടിച്ചൊരു സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇളകാത്തൊരു രാജ്യം, ഇളകാത്തൊരു രാജ്യം പ്രാപിപ്പാൻ. ചേർന്ന് പറഞ്ഞേ, ഇളകാത്തൊരു രാജ്യം പ്രാപിപ്പാൻ. കർത്താവിന് സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ നിന്റെ രോഗം സൗഖ്യമാകും. കാരണം എന്താണെന്ന് അറിയാമോ? ആമേൻ. ഇത് ജീവനുള്ളതാ. കർത്താവിന് സ്തോത്രം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങും. ആമേൻ. ഞാൻ സംസാരിക്കുന്നത് മനോരമയിലും ഗൾഫ് ന്യൂസിലും വരുന്ന വാക്കുകളല്ല, പിന്നെയോ ജീവനും ആത്മാവുമുള്ള ദൈവത്തിന്റെ വാക്കുകളാ. ആമേൻ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ അകത്തു കയറി പ്രവർത്തിപ്പാൻ, നിന്റെ അകത്തിറങ്ങി വന്ന് നിന്നെ വിടുവിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനമാ. യേശുവിന്റെ നാമത്തിൽ ഈ ജനം വിടുവിക്കപ്പെടട്ടെ. ആമേൻ. ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ ഇതിന്റെ അകത്ത്. മാറാ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. യേശുവിന്റെ നാമത്തിൽ ജനത്തെ കേട്ട് കരയട്ടെ. ജനത്തിന്റെ ഉള്ളം തുറന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയോ. പിശാച് കുരുട്ടാക്കിയിരിക്കുന്ന ഹൃദയങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഓപ്പൺ ആകട്ടെ. ആമേൻ. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, ഇളകാത്ത രാജ്യം പ്രാപിപ്പാൻ. വായിച്ചാട്ടെ മോനെ. കർത്താവിന് സ്തോത്രം. 28-ാമത്തെ വാക്യം പറയുകയാണ്, നാം എന്ത് ചെയ്യണം? ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായിരിക്കണം. ദൈവത്തിന് പ്രസാദമുള്ള ഭക്തിയോടും ഭയത്തോടും കൂടെ അവന് സേവ ചെയ്യണം. കർത്താവിന് സ്തോത്രം. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഹല്ലേലൂയ, ദൈവത്തിന് പ്രസാദം പരിമാറി ജീവിക്കാനാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇതിന്റെ അകത്തിരിക്കുന്ന പ്രിയമുള്ളവരോട് പറയട്ടെ, ദൈവത്തോടുള്ള ഭക്തി, ആമേൻ സ്തോത്രം, നിന്നെ അനുഗ്രഹത്തിലേക്ക് നടത്തും. നന്മകളാൽ നിന്നെ നിറയ്ക്കും. ആമേൻ സ്തോത്രം. നിനക്ക് വേണ്ടിയതൊക്കെയും അതിനകത്തുണ്ട്. അത് മാത്രമല്ല, ഇളകാത്തൊരു രാജ്യം പ്രാപിപ്പാൻ സ്വർഗത്തിലെ തമ്പുരാൻ നിന്നെ സഹായിക്കും. എന്നാൽ ആമേൻ സ്തോത്രം അവിടെ പറഞ്ഞിരിക്കുക, ആമേൻ സ്തോത്രം, വിളിക്കപ്പെട്ട ദൈവത്തിന്റെ ജനം ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? ഒരു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കണം. കർത്താവിന്റെ സ്തോത്രം. ഞാനിങ്ങനെ ഈ വചനം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ, ആമേൻ സ്തോത്രം, നമ്മൾ മലാക്കി പുസ്തകമാണല്ലോ വായിച്ച. കർത്താവിന്റെ സ്തോത്രം. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുക, ആ ദിവസത്തിൽ, ഞാൻ ഉണ്ടാക്കാനിരിക്കുന്ന ആ ദിവസത്തിൽ, ആമേൻ സ്തോത്രം, ഞാൻ എന്ത് ചെയ്യും? അവർക്കെല്ലാം
അവൻ സ്തോത്രം, അവരെനിക്കൊരു നിക്ഷേപമായിരിക്കും എന്ന് പറഞ്ഞാൽ ട്രഷർ ആയിരിക്കും. കർത്താവിന് സ്തോത്രം. എന്താ കാര്യം എന്നറിയാമോ? ഞാനിങ്ങനെ പൊതിഞ്ഞൊക്കെ സൂക്ഷിച്ച് വെച്ചതുപോലെ ചിലതിനെ എടുത്ത് പുറത്ത് നിർത്തും. കർത്താവിന് സ്തോത്രം, എൻ്റെയാ, എനിക്ക് വേണ്ടി നിന്നവനാ എന്ന് പറഞ്ഞു നിർത്തും. കർത്താവിന് സ്തോത്രം. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുക, ഒരു മകൻ അപ്പനെ സേവിച്ചതുപോലെ. കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം ഈ ഡോക്യുമെൻ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, എൻ്റെ മോൾക്ക് ആമേൻ ഗ്രേസ് മോളെ കൂടെ ഇരുന്നു. രാത്രി 1 മണി വരെയൊക്കെ ഇരുന്നു. അവൻ എൻ്റെ കൂടെ ഇരുന്ന് സഹായിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കുറച്ചു നേരം കഴിയുമ്പോൾ ഒരു മിഠായിയൊക്കെ എടുത്ത് കൊടുത്തു. കർത്താവിന് സ്തോത്രം. അന്നേരമാണ് ഞാൻ ഈ വചനത്തിൻ്റെ ആമേൻ സ്തോത്രം അതിൻ്റെ ആധികാരികത എനിക്ക് മനസ്സിലായത്. ഒരു മകൻ അപ്പനെ സേവിക്കുമ്പോൾ അപ്പൻ്റെ ഹൃദയത്തിനകത്ത് ഒരു ചലനം ഉണ്ടാകും. കർത്താവിന് സ്തോത്രം, 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 സ്തോത്രം. അന്നേരം കൊടുക്കുന്നത് എഴുതി വെച്ച പുസ്തകത്തിനകത്ത് എന്ത് കൊടുക്കണമെന്ന് നോക്കിയിട്ട് അത് മാത്രം കൊടുക്കുന്ന പരിപാടിയൊന്നുമല്ല. കൈ കെട്ടിയത് അങ്ങ് കൊടുക്കും. സന്തോഷം കൊണ്ടാ, സ്നേഹം കൊണ്ടാ. കർത്താവിന് സ്തോത്രം. വല്ലാത്ത സ്നേഹം കൊണ്ടാ എന്ത് കിട്ടിയാലും കൊടുക്കും. ആമേൻ സ്തോത്രം. അതിനെ അളവ് നോക്കത്തില്ല. പിന്നെ ആമേൻ സ്തോത്രം പുസ്തകത്തിലുണ്ടോ എന്ന് നോക്കത്തില്ല. കർത്താവിന് സ്തോത്രം. അങ്ങനെ അനുഗ്രഹത്തെ ടാപ്പ് ചെയ്യുന്നവർക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. അവൻ ദൈവത്തിന്റെ വചനം പറയുക, ജീവിക്കുമ്പോ ദൈവത്തിന് പ്രസാദം വരുമാറി ജീവിക്കണം. ഞാൻ പഠിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എന്താണെന്നറിയാമോ? ആ ചില അവന്മാരെ ദൈവം അനുഗ്രഹിച്ചതല്ല, അവന്മാർ ഇതുപോലെ മേടിച്ചുകൊണ്ട് പോകുന്നതാ. കർത്താവിന് സ്തോത്രം. രാത്രി 3 മണി വരെ ജോലി ചെയ്യും. ആമേൻ സ്തോത്രം. വേണമെങ്കിൽ കിടന്ന് ഉറങ്ങാം. പക്ഷേ ആമേൻ സ്തോത്രം രാവിലെ ആമേൻ സഭായോഗമുണ്ട്. ആമേൻ സ്തോത്രം ക്ഷീണമൊന്നും നോക്കത്തില്ല. കുളിച്ചൊരുങ്ങി നല്ല ഉടുപ്പൊക്കെ ഇട്ട് ആമേൻ സ്തോത്രം മുമ്പിൽ വന്നിരിക്കും. കാരണം പിടികിട്ടിയോ? കർത്താവിന് സ്തോത്രം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ദൈവത്തിന് പ്രസാദകരമായിട്ട് ജീവിക്കണം. കാരണം എന്താ? അത് റെക്കോർഡ് ചെയ്യുന്നൊരു സ്വർഗമുണ്ട്. കാരണം എന്താ? ആമേൻ അതിനെ ശ്രദ്ധ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നൊരു ദൈവമുണ്ട്. ആമേൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി ആമേൻ സ്തോത്രം കുളിച്ച് റെഡിയായപ്പോഴാ ആമേൻ എടുക്കാമെന്ന് പറഞ്ഞ അച്ചായൻ വിട്ടുപോയി. ആമേൻ സ്തോത്രം. എന്നാ പിന്നെ നീ സഭായോഗം ഇല്ലെന്നല്ല. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ടാക്സി പിടിച്ച് വരിക. കർത്താവിന് സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് പ്രസാദം. നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ചിന്തയുണ്ട്, ഇതൊക്കെ ആര് കാണാനാ? പ്രിയമുള്ളവരെ, ആരും കാണണ്ട. കാണണ്ടവൻ കാണുക മാത്രമല്ല എഴുതിയെടുത്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലോ? ഒരു സ്തോത്രം പറയാമോ? കർത്താവിന് സ്തോത്രം. ആമേൻ സ്തോത്രം. നമ്മളൊക്കെ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, സ്വർഗം ശ്രദ്ധ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക. വായിച്ചാട്ടെ ലൂക്കാ സുവിശേഷം 12 ആമേൻ സ്തോത്രം 4 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ പെട്ടെന്ന്. കർത്താവിന് സ്തോത്രം. ആമേൻ. എന്നാൽ എൻ്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയും. യേശുവിന്റെ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ആമേൻ സ്തോത്രം. മൈ ബിലവഡ് ഫ്രണ്ട്സ്. കർത്താവിന് സ്തോത്രം. എൻ്റെ സ്നേഹിതന്മാരെ, എൻ്റെ കുഞ്ഞുങ്ങളെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. വലിയ സ്നേഹത്തോടുകൂടി യേശു ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. എൻ്റെ സ്നേഹിതന്മാരായിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടു സഹോദരന്മാരെ, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യാൻ കഴിയാത്തവനെ ഭയപ്പെടേണ്ട. കർത്താവിന് സ്തോത്രം. അവിടെ പറഞ്ഞിരിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന്റെ 6-7 വാക്യങ്ങൾ കൂടി വായിച്ചു പെട്ടെന്ന്. കൊന്നിട്ട് അധികാരമുള്ളവനെ നരകത്തിൽ തള്ളിക്കളയുന്നവനെ ഭയപ്പെടണം. കർത്താവിന് സ്തോത്രം. മതി മതി മതി. കർത്താവിന് സ്തോത്രം. ഞാനിത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഞാനിങ്ങനെ ഒന്ന് മുടിയെ ഞാനിങ്ങനെ പിടിച്ചു നോക്കി. എന്നിട്ട് ഞാനൊന്ന് എണ്ണാനൊരു ശ്രമം നടത്തി. എൻ്റെ മുടി. കർത്താവിന് സ്തോത്രം. ഞാൻ എണ്ണി അങ്ങ് പരാജയപ്പെട്ടു. കർത്താവിന് സ്തോത്രം. എന്നെ കൊണ്ട് നടക്കത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ആമേൻ സ്തോത്രം. അവൻ എൻ്റെ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന സകല എണ്ണത്തിൻ്റെയും മുടിയും എണ്ണി തിട്ടപ്പെടുത്തി വച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ ദൈവത്തിൻ്റെ വലിപ്പമൊക്കെ നമ്മൾ ഈ നിരീശ്വരവാദികൾ ഉണ്ടായത് എന്തുകൊണ്ടാണെന്നറിയാമോ? ആമേൻ സ്തോത്രം. ബുദ്ധിക്ക് വളർച്ചയില്ലാത്തതുകൊണ്ടാണ്. കാരണം എന്താണെന്നറിയാമോ? ഇതൊന്നും പിടിക്കാനുള്ള കപ്പാസിറ്റി അവൻ്റെ പീനട്ട് ബ്രെയിനിന് ഇല്ല. കർത്താവിന് സ്തോത്രം. ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ അങ്ങേ സിസ്റ്റം ഹാങ് ആകും അല്ലേ? കർത്താവിന് ക്രാഷ് ആവും. അന്നേരം അവൻ പറയും ദൈവമില്ല. രക്ഷപ്പെട്ടല്ലോ. കർത്താവിന് സ്തോത്രം.
ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുകയാ, ആമേൻ സ്തോത്രം, നിന്റെ മുടിയിലെ ആമേൻ തലയിലെ ഓരോ മുടിയും എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിരിക്കുക. കർത്താവിന് സ്തോത്രം. അതിന് മുകളിൽ എഴുതി വെച്ചിരിക്കുക 2 കാശിന് 5 കുരുകിലിനെ വിൽക്കുന്നു. ഞാനിത് വായിച്ചപ്പോൾ എൻ്റെ സഹോദര, ഞാനിങ്ങനെ ചിന്തിച്ചു, മീന മാർക്കറ്റിൽ കുറേ ആമേൻ സ്തോത്രം പക്ഷികൾ കച്ചവടക്കാരുണ്ട്. നമ്മുടെ ജോയി പാഷ പരിചയപ്പെടുത്തി തന്നെ ഒരു ദിവസം എന്നോട് പറഞ്ഞു, അവിടെ ആമേൻ അങ്ങനെയാണ് ഞാൻ അറിയുന്നത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകല് ചിലപ്പോൾ 100 കണക്കിന് 1000 കണക്കിന് പക്ഷികളെയൊക്കെ വിറ്റ് കാണും. അത് വിറ്റവന്മാർക്കേ ഓർമ്മയുണ്ടാകത്തില്ല. ആമേൻ സ്തോത്രം. അടുത്ത കടയിൽ എത്ര എണ്ണം വിറ്റു എന്ന് അവർക്ക് ആർക്കറിയാം? ദൈവത്തിന്റെ വചനം പറയുക, അവിടെ മാത്രമല്ല, ലോകത്തെ എല്ലായിടത്തും ആമേൻ സ്തോത്രം 5 രൂപക്കും $5 ഒക്കെ വിറ്റ എല്ലാ കുരുവിയുടെ കണക്കും എൻ്റെ പുസ്തകത്തിലുണ്ട്. നിങ്ങൾ അവിടേക്ക് നിന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഈ ദൈവത്തെ ഒന്ന് അറിയണമെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കണം. കർത്താവിന് സ്തോത്രം. കുരുകിലിൻ്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ ആരും തെറ്റിയിരിക്കണം. കുരുവിയുടെ കണക്ക് മാത്രമല്ല. ആമേൻ സ്തോത്രം. എന്നിട്ട് പറയുക, കുരുവിയുടെ കണക്കുണ്ടെങ്കിൽ നിന്റെ കണക്ക് എത്ര അധികം ഉണ്ടാവുമെന്നാണ് ചോദിച്ചത്. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, അതിലൊന്നിനെ പോലും ദൈവം മറന്നു കളഞ്ഞിട്ടില്ല. ഒന്നിനെ പോലും. എത്ര വലിയവനാണ് നമ്മുടെ ദൈവം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു കുരുവിക്ക് കണക്ക് വെക്കുന്ന ദൈവം, ഒരു കുരുവിയെ സൂക്ഷിച്ചു നോക്കുന്ന ദൈവം, ഒരു കുരുവിയുടെ ആവശ്യത്തെ അറിയുന്ന ദൈവം, ഒരു ലില്ലി പൂവിനെ എന്ന് പറഞ്ഞ വയലിലെ പൂവുണ്ടല്ലോ, നാട്ടിലെ പൂവിനെ എന്താ പറയുന്നത്? തുമ്പപ്പൂവ്. കർത്താവിന് സ്തോത്രം. ഒരു തുമ്പപ്പൂവിനെ കണ്ടേച്ചും നീ തുമ്പപ്പൂവാ എന്ന് പറഞ്ഞു നിന്നെ നോക്കി നിന്റെ ആവശ്യത്തെ തീർത്തു തരുന്ന ഒരു സ്വർഗം. ആമേൻ. ഈ ലോകത്തിൽ എത്ര കോടിക്കണക്കിന് തുമ്പയുണ്ടെങ്കിലും എല്ലാ തുമ്പയെയും ഒരുപോലെ നോക്കി ഒരുപോലെ ഡീൽ ചെയ്യുന്ന ഒരു സ്വർഗം. കർത്താവിന് സ്തോത്രം. എന്നിട്ട് ദൈവം ചോദിക്കുക, നിങ്ങൾ എന്തിനാ ഭാരപ്പെടുന്നേ? നിങ്ങൾ എന്തിനാ ഭാരപ്പെടുന്നേ? നിങ്ങൾ ആരെയാ ഭയപ്പെടുന്നേ? നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നേ? പ്രതിസന്ധിയുടെ മുഖത്ത് പരാജയം ആമേൻ സ്തോത്രം ഇങ്ങനെ ഭയപ്പെട്ട് വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ സ്വർഗം ചോദിക്കുക, നീ എന്തിനു ഭയപ്പെടണം? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്കൊരു മുട്ട മെയിൽ കിട്ടി. ഞാൻ ആരോടും പറയാൻ പോയില്ല. കർത്താവിന് സ്തോത്രം. ഈ പ്രസംഗം എനിക്ക് പ്രസംഗിക്കണ്ടേ? ആമേൻ സ്തോത്രം. നാട്ടുകാരെ വിളിച്ചു കൊള്ളുക, സങ്കടം പറയാനായിട്ട്. ആമേൻ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്കൊരു ദൈവമുണ്ട് ബ്രദറെ. കർത്താവിന് സ്തോത്രം. നമുക്കൊരു ദൈവമുണ്ട് സഹോദരി. മുടി, ആമേൻ സ്തോത്രം. ആണുങ്ങളുടെയൊക്കെ മുടി പിന്നെ അറിയാം, സഹോദരിമാരുടെയൊക്കെ മുടി കർത്താവിന് സ്തോത്രം ആർക്കറിയാം എത്ര മുടിയാ? കർത്താവിന് സ്തോത്രം. തമ്പുരാൻ പറയും, 10ാം നമ്പർ താഴെ വീണു. ആമേൻ സ്തോത്രം. 18ാമത്തെ നമ്പറാ ഇപ്പൊ വീണത്. മുടിയൊക്കെ ചീവുമ്പോ നമുക്കറിയത്തില്ല എത്ര എണ്ണം പോയിന്ന്. സ്വർഗത്തിന് കണക്കുണ്ട് കേട്ടോ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുക, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? ലോകത്തെ ഭയപ്പെടരുതെന്ന്. കർത്താവിന് സ്തോത്രം. തമ്പുരാൻ ഈ യുദ്ധ സ്ട്രാറ്റജി ഇസ്രായേൽ മക്കളെ പഠിപ്പിച്ചപ്പോ കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. തമ്പുരാൻ പറഞ്ഞു, ആമേൻ സ്തോത്രം, ഞാൻ നിങ്ങളെ യുദ്ധം അഭ്യസിപ്പിക്കാൻ പഠിപ്പിക്കാം. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ആമേൻ സ്തോത്രം. വാർ സ്ട്രാറ്റജി നമ്പർ 1, ആമേൻ സ്തോത്രം, നിങ്ങൾ ശത്രുവിനെ ഭയപ്പെടരുത്. കർത്താവിന് സ്തോത്രം. നമ്പർ 2, ഞാൻ നിനക്ക് വേണ്ടി ചെയ്തതും മിസ്രയീം ദേശത്ത് നിന്ന് അത്ഭുതകരമായി നിന്നെ പുറത്തെടുത്തതും നീ മറന്നു പോകരുത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്പർ 3, ആമേൻ സ്തോത്രം, നിന്റെ കൂടെ ഉള്ളത് ആമേൻ സ്തോത്രം കല്ലും മണ്ണും അല്ല, ഈ ഞാനാ. ഒരു നാളും നിന്നെ കൈവിടത്തില്ലെന്ന് വാക്ക് പറഞ്ഞ ഞാൻ. ഈ 3 കാര്യം നിനക്ക് അറിയാമെങ്കിൽ ഒരു യുദ്ധത്തിൽ നീ പരാജയപ്പെടത്തില്ലെന്ന്. ഇന്നലെകളിൽ നമ്മെ നടത്തിയ ഒരു ദൈവം, ആമേൻ സ്തോത്രം, ഇതാ ഞാൻ നിന്നെ ഒരു നാളും അനാഥനായിട്ട് വിടുകയില്ലെന്ന് ഉറപ്പ് നൽകിയ ഒരു ദൈവം. ആമേൻ സ്തോത്രം. Lo, I am with you always even to the end of the ages. ആമേൻ സ്തോത്രം. ഞാൻ യുഗത്തിന്റെ അന്ത്യത്തോളം എന്നും എന്നും എല്ലാ ദിവസവും ഇന്നും നാളെ മറ്റന്നാളും എല്ലാ ദിവസവും കൂടെ ഇരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം. ആമേൻ, ആമേൻ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ നിന്നെ പാതി വഴിക്ക് തള്ളിക്കളയത്തില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്നലെകളിൽ വിടുവിച്ച ആ ദൈവം, ആമേൻ സ്തോത്രം, ഇന്ന് വിടുവിക്കാൻ
ശക്തനാ കേട്ടോ. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, ജീസസ് ക്രൈസ്റ്റ് ഈസ് സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോറെവർ. കർത്താവിന് സ്തോത്രം. കുരികിലിനേക്കാളും ശ്രേഷ്ഠരായിരിക്കുന്ന മക്കളെ, ദൈവമക്കളെ, നീയൊക്കെ പറയുന്നത് ഞാൻ ശ്രദ്ധ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവമാ, നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവമാ. കർത്താവിന് സ്തോത്രം. ഭയപ്പെട്ടു പോകരുത്. കർത്താവിന് സ്തോത്രം. അപ്പൊ ലോകത്തെ ഭയപ്പെടരുത്, പ്രതിസന്ധിയെ ഭയപ്പെടരുതെന്ന് പറഞ്ഞപ്പോ ആ നാണയത്തിന് വേറൊരു ഭാഗവും കൂടിയുണ്ട്. എന്താണെന്നറിയാമോ? ആമേൻ സ്തോത്രം. 5-ാം വാക്യം വായിച്ച്, 4-ഉം 5-ഉം ചേർത്തങ്ങ് വായിച്ച് പെട്ടെന്ന്, 4-ഉം 5-ഉം പെട്ടെന്ന് ചേർത്തങ്ങ് വായിച്ചോ. എന്റെ സ്നേഹിതന്മാരെ, എന്റെ മൈ ബിലവഡ് ഫ്രണ്ട്സ്, നിങ്ങളോട് ഞാൻ പറയുന്നത്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികം ഒന്നും ചെയ്യാത്തവരെ ഭയപ്പെടേണ്ട. പ്രിയമുള്ളവർ, ഒന്ന് ശ്രദ്ധിച്ച്. കർത്താവിന് സ്തോത്രം. എന്നാ വാക്യോ അല്ലേ? കർത്താവിന് സ്തോത്രം. നിന്നെ കൊല്ലാനൊക്കെ വരുന്നവനെ നീ ഭയപ്പെടേണ്ടെന്ന്. അവൻ സ്തോത്രം. കൊന്നിട്ട് വല്ലതും ചെയ്യുവാൻ കഴിവുണ്ടെന്ന് നോക്കിയാൽ മതി. നിന്നെ കൊല്ലുന്നതിന്റെ അപ്പുറം നിനക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് നിന്നെ ഉപദ്രവിക്കുവാൻ കഴിവുള്ളവനാണേൽ അവനെ ഭയപ്പെടണം. കൊന്നിട്ട് ഡെഡ് ബോഡിയുടെ കാര്യമല്ല പറയുന്നത്. ആമേൻ സ്തോത്രം. ദ റിയൽ യു, ദ സ്പിരിറ്റ്. കർത്താവിന് സ്തോത്രം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഈ ശരീരം വെറും കാസ്കറ്റാ. അതിനെ എന്തും ചെയ്തോട്ടെ. കർത്താവിന് സ്തോത്രം. വേണമെങ്കിൽ ലാബിലെടുത്ത് ആമേൻ സ്പെസിമെൻ ആയിട്ടൊക്കെ വെച്ച് ആമേൻ എക്സ്പെരിമെന്റ് ഒക്കെ നടത്തിക്കോട്ടെ, ഒരു പ്രശ്നവും ഇല്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ ആമേൻ ദ റിയൽ യു, കർത്താവിന് സ്തോത്രം, ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവ പൈതലേ, ആമേൻ സ്തോത്രം, നിന്നെ വല്ലതും ചെയ്യുവാൻ, ആമേൻ സ്തോത്രം, മരണത്തിനും അപ്പുറം ചെയ്യുവാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഭയപ്പെട്ടാൽ മതി. അല്ലാത്തവനെ ഒന്നും, ഒരു കുഞ്ഞിനെയും ഒരു ശക്തിയെയും ഭയപ്പെടരുതെന്ന്. പ്രിയമുള്ളവരെ, രോഗത്തെ ഭയപ്പെടണോ? കർത്താവിന് സ്തോത്രം. ദൈവമേ, ഇതിന്റെ അകത്ത് വന്നത് ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടിയാ പാസ്റ്റർ എന്നെ ആക്കി വിളിച്ചു പറയുന്നതല്ലേ? കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ആമേൻ സ്തോത്രം. നിന്നെ കരുതുന്നൊരു ദൈവമുണ്ട്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ കരുതുന്നൊരു ദൈവമുണ്ട്. നിന്റെ ഹോസ്പിറ്റലിനെയും രോഗത്തെയും മെഡിക്കൽ റിപ്പോർട്ടിനെയും ഒന്നും പേടിക്കണ്ട. കുരികിലിനെ, അതിന്റെ താഴെയാ നമ്മൾ വായിച്ച, കുരികിലിനെ അറിയുന്നൊരു ദൈവമുണ്ട്. മുടി താഴെ വീഴുമ്പോൾ നോട്ട് ചെയ്യുന്നൊരു ദൈവമുണ്ട്. നീ സംസാരിക്കുമ്പോൾ ആമേൻ സ്തോത്രം നല്ലതെല്ലാം അണ്ടർലൈൻ ചെയ്ത് സൂക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. നിന്നെ ഒരു നാളും മറക്കാത്തൊരു ദൈവമുണ്ട്. നിന്നെ തള്ളിക്കളയാത്തൊരു സ്വർഗമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആമേൻ സ്തോത്രം, നീ മറിഞ്ഞ് നടക്കുമ്പോഴും, ആമേൻ മറിഞ്ഞ് നടക്കാന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം പള്ളി കയറാതെയൊക്കെ മാറി നടക്കത്തില്ലേ? സഭയിലുള്ള ദൈവദാസന് ദേഷ്യം വരും. കർത്താവിന് ദേഷ്യം വരത്തില്ല. കർത്താവ് ഇങ്ങനെ നോക്കിയിരിക്കും, വരുന്നുണ്ടോ? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഒരു ധൂർത്തപുത്രൻ മടങ്ങി വരാൻ വേണ്ടി ഒരു അപ്പൻ നോക്കിയിരുന്നത് 1-2 ദിവസമല്ല. ആമേൻ സ്തോത്രം. ഇങ്ങനെ നോക്കിയിരിക്കുക, രാവിലെ മുതൽ നോക്കിയിരിക്കും. അതുകൊണ്ട് ആ ദൈവത്തിന്റെ വചനം പറയുന്നേ, ആമേൻ, ധൂർത്തപുത്രൻ മടങ്ങി വന്നപ്പോൾ ദൂരത്ത് നിന്ന് കണ്ടെന്ന്. ദൂരത്ത് നിന്ന് കാണണമെങ്കിൽ ദൂരത്തോട്ട് നോക്കി നിൽക്കണമല്ലോ. കർത്താവിന് സ്തോത്രം. ആമേൻ. വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ഈ അപ്പച്ചനെ ദൂരത്ത് നിന്ന് വരുന്ന മകനെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റത്തില്ല. കർത്താവിന് സ്തോത്രം. അങ്ങനത്തെ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരെങ്കിലും എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്നാ മടങ്ങി വരാനുള്ള ദിവസം. സഭായോഗത്തിന് വിളിക്കുമ്പോൾ ആട്ടെ പാസ്റ്റർ നോക്കട്ടെ എന്ന് പറയരുത്. മടങ്ങി വന്നോണം. കർത്താവിന് സ്തോത്രം. മോർണിംഗ് പ്രെയർ ഉണ്ട് എല്ലാ ദിവസവും. കർത്താവിന് സ്തോത്രം. 10 മിനിറ്റ് ആണെങ്കിലും കയറിയേച്ച് പോകണം. കർത്താവിന് സ്തോത്രം. അനുഗ്രഹമാണ്. കർത്താവിന് സ്തോത്രം. നിനക്ക് വണ്ടിക്കാശും വേണ്ട, ഒന്നും വേണ്ട. ആമേൻ. സൂമിലോ ലിങ്കിലോ എവിടെയെങ്കിലും ഒക്കെ ക്ലിക്ക് ചെയ്താൽ മതി. കർത്താവിന് സ്തോത്രം. വീഡിയോ വേണ്ട, ഒന്നും വേണ്ട. കർത്താവിന് സ്തോത്രം. ഒരു 10 മിനിറ്റ് എങ്കിലും ദൈവസന്നിധിയിൽ ചെലവിടാനായിട്ട് സാധിക്കുമോ? കർത്താവിന് സ്തോത്രം. ഞാൻ എല്ലാവരെയും ചലഞ്ച് ചെയ്യുക. ദൈവം നിന്റെ ജീവിതത്തെ മാറ്റും. കർത്താവിന് സ്തോത്രം. മടങ്ങി വന്നോണ്. ദൈവം നിന്നെ വിളിച്ചത്, ആമേൻ സ്തോത്രം, ആമേൻ, ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനി ആകാനല്ല. പിന്നെയോ, ആമേൻ സ്തോത്രം, അപ്പനും മകളുമായിട്ടാ, അപ്പനും മകനുമായിട്ടാ. കർത്താവിന് സ്തോത്രം. മക്കള് വീട്ടിൽ കയറുന്നത് വല്ലപ്പോഴും ആണോ ബ്രദറെ? ആണോ? അച്ഛാ? കർത്താവിന് സ്തോത്രം. മക്കൾ വല്ല കാലത്ത് വീട്ടിൽ വന്നാൽ മതിയോ? ഒരാമേൻ പറയുന്നില്ല ആരും. കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. മക്കള് വീട്ടിലിരിക്കണം. വല്ലപ്പോഴും വിസിറ്റിന് വരുന്ന ആൾക്കാരല്ല. അടുത്ത ആഴ്ച സമയം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയൊന്നും പറയല്ലേ. ചങ്ക് പൊട്ടുന്ന വർത്തമാനം എൻ്റെ അല്ല, അവിടുത്തെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. സമയം ഉണ്ടാകട്ടെ എന്ന് നോക്കട്ടെ എന്നൊന്നും പറയരുത് കേട്ടോ. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, ആമേൻ സ്തോത്രം. അപ്പോൾ
ഇതിനെ ഒന്നും ഭയപ്പെടേണ്ട. കാരണം എന്താണെന്ന് അറിയാമോ? നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ഈ നാണയത്തിന്റെ മറുവശം 5-ാം വാക്യം പറയുകയാ. ആമേൻ. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ആമേൻ. എന്നാൽ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ പറഞ്ഞു തരാം. കൊന്നിട്ട് നിന്നെ നരകത്തിൽ തള്ളിയിടുവാൻ കഴിയുന്ന ഒരുവനുണ്ട്, അവനെ ഭയപ്പെടണം. കർത്താവിന് സ്തോത്രം, 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 സ്തോത്രം. ഇതിന്റെ അകരത്തിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, നമുക്ക് ഈ വിശ്വാസികൾക്കൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? വിശ്വാസികൾ ഭയങ്കര ആമേൻ സ്തോത്രം, ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആൾക്കാരാണ്. കോൺഫിഡൻറ്റാ. കർത്താവിന് സ്തോത്രം. കാരണം എന്താ? ഞാൻ രക്ഷിക്കപ്പെട്ടതാ ബ്രദറെ. കർത്താവിന് സ്തോത്രം. എനിക്ക് വചനം അറിയാം ബ്രദറെ. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, വചനം അറിയാം ആമേൻ സ്തോത്രം. രക്ഷിക്കപ്പെട്ടതാ, എല്ലാം ശരിയാ. കർത്താവിന് സ്തോത്രം. നിനക്ക് ദൈവത്തെ അറിയാമോ? കർത്താവിന് സ്തോത്രം. മനസ്സിലായില്ല? കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുകയാ, അവനെ ഭയപ്പെടണം. നമ്മൾ എബ്രായ ലേഖനത്തിനകത്ത് വായിച്ചു, ദൈവത്തിന് പ്രസാദകരമായിട്ട് ജീവിക്കണം. വെല്ലോണം ജീവിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. പിന്നെയോ ദൈവത്തെ പ്രസാദമാകുമാറ് ഭയത്തോടെ അവന് സേവ ചെയ്യണം. കർത്താവിന് സ്തോത്രം. എന്തുകൊണ്ടാണ് സ്വർഗം അങ്ങനെ പറഞ്ഞതെന്നറിയാമോ? ദൈവത്തെ ഭയപ്പെടുന്നവൻ അനുഗ്രഹിക്കപ്പെടും. യഹോവ ഭക്തി, കർത്താവിന് സ്തോത്രം. യഹോവ ഭക്തി എന്ന് പറയുന്ന അവിടുത്തെ യഹോവയെ ഭയപ്പെടുന്നവൻ എന്ന് എഴുതി ചേർക്കണം കേട്ടോ. ആമേൻ. ഒരു ട്രാൻസ്ലേഷൻ്റെ ഒക്കെ ആമേൻ സ്തോത്രം ഒരു വ്യത്യാസമാണ്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കും ദോസ് ഹു ഫിയർ ഗോഡ്. ദൈവത്തെ ഭയപ്പെടണം. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വല്ലവണ്ണം ജീവിക്കാനല്ല ബ്രദറെ. ആമേൻ സ്തോത്രം. പ്രയറുണ്ട്. കർത്താവിന് സ്തോത്രം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് സൗകര്യമില്ല, അല്ലെങ്കിൽ ആമേൻ സ്തോത്രം ഞാൻ ഫ്രീ അല്ല. ആമേൻ എനിക്ക് ഗസ്റ്റ് ഉണ്ട്, ഫ്രണ്ട് ഉണ്ട്. ആമേൻ ദുബായിൽ നിന്ന് ആമേൻ സ്തോത്രം അച്ഛൻ വരുന്നുണ്ട്. ആമേൻ ആമേൻ അമ്മ വീട്ടിൽ നിന്ന് കായ വറുത്തത് കൊടുത്തു വിട്ടിട്ട് മേടിക്കാൻ പോകണമെന്നൊന്നും പറയരുത്. ദൈവത്തെ ഭയപ്പെടണം. കർത്താവിനെ വിട്ടേച്ച് ആമേൻ സ്തോത്രം ഒരു കാര്യം ചെയ്യരുത്. കാരണം എന്താണെന്ന് അറിയാമോ? ദൈവത്തെ ഭയപ്പെടുന്നത് നിനക്ക് അനുഗ്രഹമാണ്. ഒന്ന്, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, നീ അരുതാത്ത വഴി നടക്കത്തില്ല. ദൈവത്തെ ഭയപ്പെടുന്നവൻ ആമേൻ സ്തോത്രം കണ്ണുകൊണ്ട് അവൻ ചെവി കൊണ്ടാകട്ടെ ഹൃദയം കൊണ്ടാകട്ടെ ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ പേടിക്കും. കർത്താവിന് സ്തോത്രം. 2, എല്ലാ നന്മയുടെയും ഉറവിടം ആമേൻ സ്തോത്രം ദൈവത്തോടുള്ള ഭയമാ. 3, ആമേൻ ജ്ഞാനത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ഭയമാ. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, ധനവും മാനവും ആമേൻ റിച്ചസ് ആൻഡ് ഓണർ ആമേൻ സ്തോത്രം എല്ലാം ഇരിക്കുന്നത് ദൈവത്തിന്റെ ഭയത്തിനകത്താ. കർത്താവിന് സ്തോത്രം. നീ ഫോണെടുത്ത് ആമേൻ സ്തോത്രം അച്ചാച്ചനെയൊക്കെ വിളിക്കുമ്പോൾ ആമേൻ സ്തോത്രം സ്വർഗത്തിലെ തമ്പുരാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു രഹസ്യം പറയാൻ പോവുക. ഗെറ്റ് റെഡി. കർത്താവിന് സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എനിക്കറിയാം എല്ലാവർക്കും സന്തോഷമാണ്. രഹസ്യം അറിയാനാണ് നമ്മൾ നടക്കുന്നത്. ആരുടെയെങ്കിലും ഒക്കെ രഹസ്യം എല്ലാ ദിവസവും കേൾക്കണം അല്ലേ? കർത്താവിന് സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, രഹസ്യം ഇതാ. സ്വർഗത്തിലെ തമ്പുരാൻ പ്രാർത്ഥന മാത്രമല്ല, അവൻ സ്തോത്രം നിന്റെ ജീവിതവും നോക്കുന്നവനാ. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിന്റെ ഭിത്തിക്കകത്ത് കത്തി വെച്ച് കുത്തി എഴുതിക്കോണം, ദൈവം എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അന്യഭാഷയിൽ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നുണ്ടാകും, പ്രാർത്ഥനയ്ക്കായിട്ട് മുഴങ്കാലിൽ ഇരിക്കുന്നുണ്ടാകും. നിന്റെ ജീവിതം എങ്ങനെയാ സഹോദരി? നിന്റെ കുടുംബത്തിനകത്ത് ജീവിതം എങ്ങനെയാ സഹോദര? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നിന്നോട് പറഞ്ഞത് നീ അനുസരിക്കുമോ? കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആവർത്തന പുസ്തകങ്ങളിനകത്ത് ആമേൻ സ്തോത്രം യഹോവ മക്കളെ വിളിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു. എന്താണെന്ന് അറിയാമോ? ആമേൻ സ്തോത്രം ഹല്ലേലൂയ. എന്റെ വഴിയിൽ നടക്കണം, അതാ എനിക്ക് നിന്നെ കുറിച്ച് പറയാനുള്ളത്. ആമേൻ വായിച്ചാട്ടെ. കർത്താവിന് സ്തോത്രം. ആമേൻ Proverbs chapter 10 verse number 27. കർത്താവിന് സ്തോത്രം. 1-2 വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാൻ പോവുക. പെട്ടെന്ന് വായിക്കാൻ പോവുക. Proverbs chapter 10 verse number 27. കർത്താവിന് സ്തോത്രം. പെട്ടെന്ന് വായിച്ചു. ദൈവത്തോടുള്ള ഭയം ആയുസ്സിനെ ദീർഘമാക്കുന്നു. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു, ഫിയർ ഓഫ് ദ ലോർഡ് prolongeth the days. കർത്താവിന് സ്തോത്രം. ദീർഘായുസ് വേണോ? കർത്താവിന് സ്തോത്രം. ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കണം. എങ്ങനെയാ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നത്? നന്ദി നിറഞ്ഞ ഹൃദയത്തോടും. ഇളകാത്തൊരു രാജ്യം പ്രാപിക്കുവാൻ നമ്മൾ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടു കൂടി
ദൈവത്തിന് പ്രസാദകരമാകുമാറ് ആമേൻ സ്തോത്രം ഭയത്തോടെ അവനെ സേവിക്കണം. പ്രിയമുള്ളവരെ, ആമേൻ സ്തോത്രം, നിന്റെ വായി വരുന്നതെല്ലാം നീ വിളിച്ചു പറയരുത്. കർത്താവിന് സ്തോത്രം, ഒരു ഭയം നമ്മെ ഭരിക്കട്ടെ. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ആരോടെങ്കിലും എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ പ്രൈഡിന്റെ ഷെല്ലൊക്കെ അങ്ങ് പൊട്ടിപ്പോകട്ടെ. ഞാൻ ആരെയാ സ്നേഹിക്കുന്നേ? എൻ്റെ കപടമായിരിക്കുന്ന എൻ്റെ പ്രൈഡിനെയോ അതോ സ്വർഗത്തിലെ തമ്പുരാനെയോ? കർത്താവിന് സ്തോത്രം, ദൈവത്തെ ഭയപ്പെടാൻ പറഞ്ഞ എന്തിനാണെന്ന് അറിയാമോ? നീ ദൈവത്തെ ഭയപ്പെട. ദൈവത്തിന്റെ മുന്നിൽ മുട്ടുമടക്കുന്നവൻ ലോകത്തിന്റെ മുന്നിൽ മുട്ടുമടക്കത്തില്ല. ഹല്ലേലൂയ. നീ ദൈവത്തെ വിളിക്കുന്നവനാണെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരത്തില്ല. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇത് ചലഞ്ച് ആയിട്ട് എടുത്തു. ആമേൻ സ്തോത്രം. എനിക്കൊരു ദൈവമുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. നിന്റെ പ്രതിസന്ധിയുടെ മുഖത്ത് നോക്കി എഴുന്നേറ്റ് നിന്ന് വിളിച്ചു പറയണം, എനിക്കൊരു ദൈവമുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന, എൻ്റെ ജീവിതം കൊടുത്ത് എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ച എൻ്റെ യേശു എനിക്കുണ്ടെന്ന് പറയണം. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. അവന്റെ കയ്യും പിടിച്ചുകൊണ്ട് നടന്നു. ഒരുത്തരും നിന്റെ നേരം നീക്കത്തില്ല. മോശയോട്, ആമേൻ, യോശുവയോട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. ജീവിതകാലത്ത് ഒരിക്കലും, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ഒരുത്തരും നിന്റെ നേരം നിൽക്കത്തില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്റെ കൂടെയും ഇരിക്കും. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന് സ്തോത്രം. വായിച്ചോ അടുത്ത വാക്യം. ആമേൻ, ഹല്ലേലൂയ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 115-13 വാക്യം പെട്ടെന്ന് വായിച്ചേ. പെട്ടെന്ന് വായിച്ചോ. അന്ന് ഞാൻ 1-2 വാക്യങ്ങൾ വായിക്കാം. അത് കഴിഞ്ഞിട്ട് ആമേൻ പാട്ട് പാടി നമ്മൾ ആരാധിക്കും. യഹോവ ഭക്തന്മാർ, ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞേ. ദൈവത്തെ ഭയപ്പെടുന്നവർ, ദൈവത്തെ ഭയപ്പെടുന്നവരെ അവൻ അനുഗ്രഹിക്കും. കർത്താവിന് സ്തോത്രം. ബ്രദറെ, ഞാൻ എന്താ പ്രശ്നം? അങ്ങനെയൊന്നും പറയണ്ട. കർത്താവിന് സ്തോത്രം, നീ അനുഗ്രഹിക്കപ്പെട്ടവനാ. കർത്താവിന് സ്തോത്രം, നീ അനുഗ്രഹിക്കപ്പെട്ടവൻ. നിന്റെ അനുഗ്രഹം നിന്റെ ബാങ്ക് ബാലൻസ് അല്ല പ്രിയ സഹോദര. നിന്റെ അനുഗ്രഹം, ആമേൻ സ്തോത്രം, നിനക്കൊരു ദൈവമുണ്ടെന്നുള്ളതാ. വലിയ പ്രതിസന്ധികളിലൊക്കെ ആയിരുന്ന സമയത്ത്, ആമേൻ സ്തോത്രം, എൻ്റെ പോലെ ഒരുപോലെ കഷ്ടതയിലിരിക്കുന്ന ആൾക്കാരിയ്ക്കുമ്പോൾ, ഒരുമിച്ചിരിക്കുമ്പോൾ, ആമേൻ സ്തോത്രം, എനിക്കും അതേ പ്രയാസങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിയാതെ അടുത്തിരിക്കുന്നവർ എന്നോട് കഷ്ടം പറയുകയാണ്. കാരണം എന്താണെന്നറിയാമോ? ഞാൻ ഈ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹം പിരിച്ചു, എനിക്കൊരു കുഴപ്പമില്ലെന്നാ. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. എന്താ കാര്യം എന്നറിയാമോ? ഈ പാറപ്പുറത്ത് ചിലർ വീട് പണിയും, ചിലർ പാറമേൽ പണിയും. രണ്ടിടത്തും മഴ പെയ്യും. മഴ പെയ്യുമ്പോൾ നല്ല വീട് നോക്കിയാണോ പെയ്യുന്നേ? ആണോ? എല്ലായിടത്തും മഴ പെയ്യും. പക്ഷേ മണൽത്തട്ടയിലുള്ളത് അതോടുകൂടി തീരും. കർത്താവിന് സ്തോത്രം. പാറമേലുള്ളത്, ആമേൻ സ്തോത്രം, അവിടെ തന്നെ നിൽക്കും. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി പ്രതിസന്ധികളുടെ കാറ്റൊക്കെ അടിച്ച് ഇതിനകത്ത് വന്ന ആൾക്കാരുണ്ട്, എനിക്കറിയാം. കർത്താവിന് സ്തോത്രം. ഒരു ദിവസം വരും കേട്ടോ, ഒരു ദിവസം വരും ഈ കഷ്ടതയ്ക്കൊക്കെ നന്ദി പറയുന്നൊരു ദിവസം. എന്താണെന്നറിയാമോ? അതുകൊണ്ടാ ഞാൻ എൻ്റെ യേശുവിനെ കണ്ടേ. ഞാൻ തീർന്നു പോയില്ല. തീരാൻ വേണ്ടിയല്ല, എന്നെ പണിത് മാനിക്കാനാ ദൈവം ഇതിനകത്ത് കൊണ്ടുവന്നേ. എന്നെ അനുഗ്രഹിക്കാനാ ഇതിൻ്റെ അകത്ത് കയറ്റിയേ. കർത്താവിന് സ്തോത്രം. ദൈവത്തെ ഭയപ്പെടുന്നവനാണിൽ യേശു നിനക്കൊണ്ട് പറഞ്ഞേ, യേശു എനിക്കൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെടും. കർത്താവിന് സ്തോത്രം. ഈ യേശു നിനക്കൊണ്ട് ജീവിതകാലത്ത് ഒരിക്കലും നീ പരാജയപ്പെടുത്തില്ല. കുഞ്ഞുമക്കളൊക്കെ കേട്ടോ, യേശു അപ്പച്ചനുണ്ടേൽ, ആമേൻ സ്തോത്രം, നീ ഒരു നാളും പരാജയപ്പെട്ടു പോകത്തില്ല. നീ ഒരു അനുഗ്രഹമായിരിക്കും. നീ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. നീ പുറത്ത് പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. നീ ഇന്ത്യ പഠിക്കാൻ പോയ അവിടെ അനുഗ്രഹിക്കപ്പെടും. നീ യൂറോപ്പിൽ പോയ അവിടെയും അനുഗ്രഹിക്കപ്പെടും. നീ എവിടെ ചെന്നാലും നീ ഒരു അനുഗ്രഹ വിഷയമായിരിക്കും. ആമേൻ. ദൈവത്തെ ഭയപ്പെടാമോ? കർത്താവിന് സ്തോത്രം. വായിച്ചാട്ടെ പെട്ടെന്ന്. കർത്താവിന് സ്തോത്രം. ആമേൻ, ആമേൻ. Proverbs chapter 22 verse number 4. ആമേൻ, ആമേൻ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 22-4 വാക്യം വായിച്ച പെട്ടെന്ന്. കർത്താവിന് സ്തോത്രം. പ്രസാദകരമായിരിക്കുന്നൊരു ജീവിതം വേണം കേട്ടോ. വായിച്ചോ. താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം. വീണ്ടും യഹോവ ഭക്തി എന്ന ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് യഹോവയെ ഭയപ്പെടുന്ന. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തെ ഭയപ്പെടുന്നവൻ, ആമേൻ സ്തോത്രം, ധനവും പറഞ്ഞേ മാനവും ജീവനുമാകുന്നു. കർത്താവിന് സ്തോത്രം.
നിനക്ക് ആമേൻ സ്വന്തം പണമില്ലെന്നോ? ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാമോ? നീ അനുഗ്രഹിക്കപ്പെടുന്നത് നിനക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അറിയും. ഞാൻ ഒത്തിരി പേരെ അങ്ങനെ കണ്ടിട്ടുണ്ട്. എനിക്ക് ചിരി വന്നിട്ടുണ്ട് ചില സമയത്ത്. ഇവനൊന്നും ഇത് മനസ്സിലായിട്ടില്ലല്ലോ എന്ന്. എവിടെ കിടന്നതാ, ചേറ്റി കിടന്നതാണെന്ന് മറന്നുപോയി. നമ്മുടെ കുഴപ്പമല്ല, മനുഷ്യൻ അങ്ങനെയാ, മനുഷ്യൻ മറന്നുപോകും. കർത്താവിന് സ്തോത്രം. നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കിതൊക്കെ കാണാൻ പറ്റും. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് പ്രസംഗിക്കാറായി. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവത്തെ ഭയപ്പെടുന്നവൻ എല്ലാ നിലവാരത്തിലും അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന്റെ വചനം പറയുക, യഹോവ ഭക്തൻ. ആമേൻ സ്തോത്രം. സങ്കീർത്തനം 34:7 പറയുക, യഹോവയെ ഭയപ്പെടുന്നവനും ചുറ്റും ദൂതന്മാർ പാളയം ഇറങ്ങിയിട്ട്. ദൂതന്മാർ പാളയം ഇറങ്ങാന്ന് പറഞ്ഞാൽ ഒരു ദൂതൻ വന്ന് ചേട്ടാ അങ്ങനെയല്ല, പാളയം ട്രൂപ്സ് ഇറങ്ങുകയാ. ടാങ്കും ടാങ്ക്സും ആംസും ഒക്കെ ആയിട്ട് ഒരു ബറ്റാലിയൻ ഇറങ്ങുകയാ. ഒരു ദൂതൻ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം, ആമേൻ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൈകാര്യം ചെയ്യുന്നവനാ ഒരു ദൂതൻ. ആമേൻ പാളയം ഇറങ്ങുമെന്ന്, പാളയം. കർത്താവിന്റെ സ്തോത്രം. എന്നിട്ട് തോമാച്ച വലിച്ചെടുക്കും. എടുത്തില്ലേ? ആമേൻ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34 ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. 18-19 വാക്യങ്ങൾ പറയുകയാ, യഹോവയെ ഭയപ്പെടുന്നവന്റെ മേൽ യഹോവയുടെ ദൃഷ്ടിയിരിക്കും എന്ന് പറഞ്ഞാ, ഈ കുഞ്ഞിങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുമ്പോ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അവനങ്ങോട്ട് പോയപ്പോ അവനെ നോക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. അവൻ അവിടെ ഇരിക്കുമ്പോ ഞാൻ അവിടെ നോക്കിക്കൊണ്ടിരിക്കുക. അവൻ ഇപ്പുറത്തോട്ട് നീങ്ങിയപ്പോഴും അപ്പോഴും ഞാൻ അവന്റെ മേലത്ത് നോക്കിക്കൊണ്ടിരിക്കുക. അതിന്റെ പേരാ ദൃഷ്ടി ഇരിക്കുക. ദൈവം നിന്നെ അതുപോലെ നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പൊ അബുദാബിയില നോക്കിക്കൊണ്ടിരിക്കുക. കർത്താവിന്റെ സ്തോത്രം. നീ പുറത്തിറങ്ങും, നോക്കിക്കൊണ്ടിരിക്കുക, ദൃഷ്ടിയിരിക്കുക. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തെ ഭയപ്പെടുമോ? എന്താ ദൈവത്തോടുള്ള ഭയം? കർത്താവിന്റെ സ്തോത്രം. മരിച്ചിട്ട് ആമേൻ സ്തോത്രം നരകത്തിനകത്തേക്ക് തള്ളിയിടാൻ കഴിവുള്ളവനാ. അവനെ ഞാൻ ഭയപ്പെട്ട് അവന് പ്രസാദകരമായിട്ട് അവനെ ഭയപ്പെട്ട് ഞാൻ അവനെ സേവ ചെയ്യുമെങ്കിൽ ഞാൻ ചെയ്യുന്നതെല്ലാം സ്വർഗം എഴുതി വെച്ച് എന്നെ അവൻ മാനിക്കും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എഴുന്നേറ്റാട്ടെ. കർത്താവിന്റെ സ്തോത്രം. നമ്മുടെ സമയം തീർന്നു. പ്രിയമുള്ളവരെ, ഒത്തിരി വാക്യങ്ങൾ വായിക്കുന്നതിനല്ല, നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു തീരുമാനം ഇന്നെടുക്കാമോ? കർത്താവേ, ഇന്ന് രാത്രി ഈ വചനത്തിന് മുമ്പിൽ ഞാൻ എന്നെ തന്നെ തിരുത്തും. കർത്താവിന്റെ സ്തോത്രം. എന്റെ വാക്കുകളെ ഞാൻ സൂക്ഷിക്കും, എന്റെ ഹൃദയത്തിലെ വിചാരങ്ങളെ ഞാൻ സൂക്ഷിക്കും. നീ അനുഗ്രഹിക്കപ്പെടാൻ പോവുക. ഇന്ന് രാത്രി എത്ര പേര് പറയും, കർത്താവേ എന്റെ പാപം എന്നോട് ക്ഷമിക്കണമേ. ജീവിതത്തിനകത്ത് അനാവശ്യമായിരിക്കുന്ന കൂട്ടുകെട്ടുകൾ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി കർത്താവിനോട് പറയാമോ, ഞാൻ എന്നെ തരികയാ. കർത്താവേ, എനിക്ക് അറിയാം എല്ലാ പാപത്തെയും വെറുക്കുന്നവനാ നീ. ആമേൻ സ്തോത്രം. നിന്നെ പ്രസാദിപ്പിച്ച് വേണം ഞാൻ ജീവിക്കാൻ. ആമേൻ. താഴ്മയ്ക്കും യഹോവയോടുള്ള ഭയത്തിനുമുള്ള അനുഗ്രഹം, ധനവും മാനവും, ആമേൻ സ്തോത്രം, എല്ലാവിധമായ അനുഗ്രഹങ്ങളുമാ. കർത്താവ്, ഇന്ന് രാത്രി ഞാൻ എന്നെ ഏൽപ്പിക്കുക. യേശുവിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രി മുതൽ കർത്താവ് ഒരു പുതിയ ജീവിതം തുടങ്ങുവാൻ സ്വർഗം എന്നെ സഹായിക്കണമേ. ആമേൻ സ്തോത്രം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. സ്വർഗീയ പിതാവേ, പരിശുദ്ധനായിരിക്കും നല്ല കർത്താവേ, ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. കർത്താവേ, let the spirit of the fear of God, ആമേൻ സ്തോത്രം, ദൈവത്തോടുള്ള ഭയത്തിന്റെ ആത്മാവ്, ആമേൻ സ്തോത്രം, ഈ കുഞ്ഞുങ്ങളുടെ മേൽ നിറഞ്ഞു കവിയട്ടെ. കർത്താവ്, ഇന്ന് രാത്രി മുതൽ ആമേൻ അവരുടെ ജീവിതം മാറട്ടെ. അവരൊരു സ്റ്റെപ്പ് വെക്കുമ്പോൾ ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് ചിന്തിക്കുവാൻ തുടങ്ങട്ടെ. ദൈവത്തിന്റെ ഹിതം ആരായുന്ന ഒരു പുതിയ ജീവിതം ഇന്ന് പകൽ മുതൽ തുടങ്ങട്ടെ. അപ്പ യേശുവിന്റെ നാമത്തിൽ, in the name of Jesus, യേശുവിന്റെ നാമത്തിൽ ഈ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ കുഞ്ഞുങ്ങൾ നന്മ പ്രാപിക്കട്ടെ. ഈ കുഞ്ഞുങ്ങൾ ധനവും മാനവും എല്ലാവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങളും പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അവരുടെ അനുഗ്രഹം വലുതായിരിക്കട്ടെ. കർത്താവ്, അങ്ങനെ ചെയ്തതിനായിട്ട് നന്ദി. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ മേൽ ആമേൻ പുതിയ ഒരു ആത്മാവിനെ, the spirit of the fear of God, അങ്ങ് ആമേൻ അയച്ചതിനായിട്ട് നന്ദി കർത്താവേ. സകലതും ഞങ്ങൾ അങ്ങേക്ക് ആമേൻ സ്തോത്രമായിട്ട് സകല മഹത്വവും സ്തുതിയും പുകഴ്ചയും ആരാധനയും കരയേറ്റുക. ക്രിസ്തുയേശുവിന്റെ അധികാരമുള്ള നല്ല നാമത്തിൽ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായിരിക്കുന്ന യേശു കർത്താവിന്റെ കൃപയും
ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും കൂടെ എല്ലാ നാളും ഇന്ന് പ്രാർത്ഥിച്ച വിഷയങ്ങളോട് കൂടെ ഇന്ന് മുതൽ എല്ലാ നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തുയേശു മുഖാന്തരം ജയം നൽകുന്ന പിതാവാം ദൈവമേ, അങ്ങേക്ക് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശു അപ്പച്ച, അവിടുന്ന് വേഗം വരുമാറാകണമേ.